ഇപ്പോൾ പല ആളുകൾ നമ്മളെ കാണുമ്പോൾ റിയലോക്സിൻ്റെ ഓണറല്ലേ എന്നുള്ള പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അവർക്ക് നമ്മളെ ഫേസ് അറിയാം. അപ്പോൾ ആ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര ഹാപ്പിയാണ്. അത് മതി. പിന്നെ ഇത്രയും ആളുകൾ, നമ്മൾ ഒരു ടീം, സ്റ്റാഫ്, അവരുടെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ, അപ്പോൾ അവരൊക്കെ നമ്മളെ നോക്കി കാണുന്ന, നമുക്ക് അവരൊക്കെ ഇതാക്കാൻ. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പല ഈ കോൺടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 100 ഐഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ 85 ഐഫോൺസ് കൊടുത്ത് ഈ കിട്ടിയവരൊക്കെ ഭയങ്കര ഒന്നുമില്ലാത്തവരും, അതേപോലെ പല ഫോൺ പോലും ഇല്ലാത്ത കുറേ ആളുകളൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് ഈ 85 ഐഫോൺസ്. അപ്പോൾ അവരടുത്ത് തരുന്ന ഒരു സന്തോഷം, അല്ല അവരുടെ മുഖത്തു നിന്നുണ്ടാകുന്ന സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ റിലോക്സിൻ്റെ ഈ ഇത്രയും നാളിൽ ഒരു 6 വർഷം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പലതും കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാങ്ങൽ മാത്രമല്ല, കൊടുക്കലും. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഒരു 1 ഇയറിൻ്റെ രജിസ്ട്രേഷൻ ഫീ, അത് വെറും 79 റുപ്പീസ് മാത്രമേ ഉള്ളൂ. എത്ര വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാം. ഏത് റിയലോക്സിൽ എനിക്ക് എന്തും ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തേക്ക് 79 രൂപ, വെറും 79 രൂപ മാത്രമേ ഉള്ളൂ. ഓ അത് കൊള്ളാലോ. യു എയിലാണെങ്കിൽ നമ്മൾ കറൻ്റ് ഫ്രീ ആണ്. അപ്പം ഇപ്പം ചെയ്യണം, കുറച്ച് കഴിഞ്ഞാൽ പൈസയാവും. അതെ. അപ്പോൾ ഈ റിയലോക്സി അതിലെനിക്ക് എന്തൊക്കെ ലിസ്റ്റ് ചെയ്യാം? മെയിനായിട്ട് പ്രോപ്പർട്ടി, വെഹിക്കിൾ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇലക്ട്രോണിക്സ്, അതേപോലെ മെഷീനറീസ്, കാരണം ഇപ്പോൾ വലിയൊരു മെഷീനറി ഇപ്പോൾ നമ്മളെടുത്ത് വലിയൊരു ജനറേറ്റർ, ജനറേറ്റർ, അതിൻ്റെ ആളുകൾ ഇപ്പോൾ നമ്മളെ കറണ്ട് ലൊക്കേഷനിൽ ചിലപ്പോൾ ആളെ കിട്ടിയില്ല എന്ന് വരും. നമ്മൾ പല ആളുകളെയും കോൺടാക്ട് ചെയ്യേണ്ടി വരും. ഇതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആളുകൾ ഇതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊരു ആവശ്യം വന്നാൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പോലെ റിയലോക്സിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് അവർ നെക്സ്റ്റിൽ പോവുള്ളൂ. ഓക്കെ. അപ്പോൾ റിയലോക്സിയുടെ ഒരു USP എന്താ? കാരണം ഇപ്പോൾ OLX പോലത്തെ ഒരുപാട് മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്. ലൈക്ക് അപ്പം ഈ പറയുന്ന റിയലോക്സിയിൽ ഇപ്പോൾ ഞാൻ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളിത് മോണിറ്റർ ചെയ്യുന്നുണ്ട് എപ്പോഴും. നമ്മളിതിനെ നോക്കിയിട്ട് ഇതിൽ വരുന്നത് ജെനുവിനാണോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്രൂവൽ ചെയ്യുന്നത്. ഓ ഓക്കെ. ഇതിൻ്റെ എമൗണ്ട് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചിലവരെന്ത് ചെയ്യും, ഓഫർ മാതിരി ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ 10,000 ഉള്ള ഫോണ് 2,000 ഒക്കെ ഇട്ട് ലിസ്റ്റ് ചെയ്യും. ഞാനത് അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, അഡ്മിൻ അത് ഡിലീറ്റ് ചെയ്യും. അത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫുൾ ടൈം നമ്മൾ അഡ്മിൻ ഭാഗം നോക്കിയിട്ടാണ് ഇതിന്ന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ മറ്റുള്ള മാർക്കറ്റ് പ്ലേസ് ആപ്പ് എന്ന് പറഞ്ഞത് പേയ്മെൻറ്റ് കൊടുക്കണം. അത് അവരെ കോൺടാക്ട് ചെയ്യാൻ വരെ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മളത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്ന ആളല്ല, ബയ്യറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ടും വേണ്ട, ₹1 അല്ലാണ്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. അവരെ ഡയറക്റ്റ് കോൾ ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമർ ടു കസ്റ്റമർ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൾ ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് കമ്മീഷനോ ഒന്നുമില്ല. ഓഹോ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ബയറിനത് ഭയങ്കര സുഖമാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ടോ സെർച്ച് ചെയ്യാൻ മാത്രമേ പണിയുള്ളൂ. ഇനി അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആരതാണ് ആ പ്രൊഡക്റ്റ്. ഇപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ പല മാർക്കറ്റ് പ്ലേസ് ആപ്പുകളിലും ഒരുപാട് മീഡിയേറ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. നമ്മളിതിൽ ഡയറക്റ്റ് പ്രോപ്പർ ആരാണോ സെല് ചെയ്യേണ്ടത് അവരെ ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ കൊടുക്കണം. ഓ അത് ബ്രോക്കർമാരെ അല്ല നമ്മൾ കോൺടാക്ട് ചെയ്യുക റിയലോക്സിൽ. ഓ അത് കൊള്ളാലോ. ഡയറക്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു കാർ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവർ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കമ്മീഷനോ ബ്രോക്കറോ ഒന്നുമില്ല. പുറത്തുനിന്ന് ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നോക്കി കഴിയുമ്പോൾ കൊള്ളാലോ, മാർക്കറ്റ് പ്ലേസ് ആപ്പ് കുറച്ച് ഡെവലപ്പേഴ്സിനെ വെച്ചിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, നമ്മളത് ഇടുന്നു, നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നു, ആളുകൾ വരുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു, പുറത്തുനിന്ന് ഒരാളുടെ കണ്ണ്. പക്ഷെ ശരിക്കും റിയലോക്സി പോലൊരു ആപ്പ് അങ്ങനത്തെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ലുക്മാൻ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ട വരുന്നത്? നമുക്ക് 24 hour ടെൻഷൻ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആപ്പ് എന്ന് പറഞ്ഞത് ഒരു സെർവർ മേലാണ്, ക്രാഷ് വരാം. ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ചില പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ 5,000 പേരൊക്കെ ഒരുമിച്ച് ഡൗൺലോഡ്സൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് വൈഡാണ്, എത്ര പേർക്കും വേണമെങ്കിൽ 100 കോടി പേർക്കും വേണമെങ്കിൽ എന്താ ചെയ്യുക, ഒരുമിച്ച് ചെയ്യാൻ പറ്റും പ്ലേ സ്റ്റോറിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ അലർട്ട് ആവണം. കുറേ സ്ട്രഗിളും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ചില സമയത്ത് ഇത് ക്രാഷ് ആവും, ആപ്പ് വർക്ക് ചെയ്യില്ല. ആ സമയത്തൊക്കെ നമ്മൾ നിസ്സഹായനാവും. അതെ, മനുഷ്യനല്ലല്ലോ ആപ്പ്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാണുന്നവർക്കല്ല സുഖമാണ് റിയലോക്സി, കൊള്ളാം, വണ്ടിയിലൊക്കെ സെറ്റായി. പക്ഷെ അതിന് എപ്പോഴും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പിന്നെ പ്രത്യേകിച്ച് മലയാളികളൊന്നും ഈ മാർക്കറ്റ് പ്ലേസ് ഒന്നും ജീവിതത്തിൽ എന്തെയില്ല, ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല.
കാരണം സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പണിയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ലാൻഡ് വാങ്ങിച്ചാൽ ആ അസറ്റ് അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ 1 കോടി രൂപയ്ക്ക് വാങ്ങിച്ചാൽ അവിടെ അസറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഏകദേശം ഒരു 200 എബോവ് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നമ്മളെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എയറിലാണ് ഈ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം. ഒരു അസറ്റും നമ്മളെ റിയലോക്സിലുണ്ടാവും, കാഴ്ചയ്ക്കൊന്നും കാഴ്ചക്കൊന്നുമില്ല. നമ്മൾ കോടികൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അത്ര മനക്കെട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളികളൊന്നും ഇങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് ടാസ്ക്കാണ്. ഇ കൊമേഴ്സ് നമുക്ക് ആർക്കും ബിൽഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു വെബ് അല്ലെങ്കിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രൊഡക്ഷൻ വാങ്ങിച്ചിട്ട് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമാണ് നിർത്തി വെക്കാം. മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ബയ്യറും സെല്ലറും കൊണ്ടുവരാൻ എന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ അടിപൊളിയായി. ഇനി അടുത്തതിലോട്ട് പോയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ റിയലോക്സി തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം നിങ്ങൾ പറഞ്ഞു 1000 ഡൗൺലോഡ്സേ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് അത് 10,000. പക്ഷെ അതിൽ നിന്ന് നിങ്ങളിപ്പം ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ 2 lakhsലേക്ക് എത്തി. ഈ ആദ്യത്തെ ആ ഒരു പീരീഡിൽ പല ബിസിനസ്സുകൾ ചെയ്തതാണ്, ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലോട്ട് പോകണമെന്ന് കരുതിയ ഒരാളാണ്. ഏത് പോയിന്റിലാണ് മനസ്സിലായ ഇനി എനിക്കൊരു ചാട്ടമല്ല, എനിക്കൊരു വളർച്ചയുള്ളൂ എന്നുള്ളത് മനസ്സിലായ പോയിന്റ് എപ്പോഴായിരുന്നു? എങ്ങനെ ഡൗൺലോഡ്സിൻ്റെ നമ്പേഴ്സിലാണോ എന്തിൽ വെച്ചിട്ടത് മനസ്സിലായോ? ഇല്ല, ഇത് ആളുകളെ നമ്മൾ ഇപ്പോൾ ഒരു 2 ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ ലിസ്റ്റ് ചെയ്യൽ തുടങ്ങി, നല്ല റിവ്യൂസൊക്കെ വരൽ തുടങ്ങി. നമ്മളെ ആളുകൾ യൂസ്ഫുള്ളാണ് ചെയ്യാൻ, ആളുകൾക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാനൊക്കെ വെറും ഒരു സെക്കൻഡ് മതി നമ്മളിത് ലിസ്റ്റ് ചെയ്യാൻ, ജസ്റ്റ് ഫോട്ടോ പേരുത്. അപ്പോൾ അവർ യഥാർത്ഥ ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ട് എന്നുള്ള, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അടിപൊളിയാണെന്നുള്ള. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ പകരം വേറെ എന്തെങ്കിലും ആപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിനേക്കാളും 10 ഇരട്ടി എന്ത് ചെയ്തിരുന്നു, ഞാൻ ചെയ്ത മാർക്കറ്റിംഗ് അനുസരിച്ച് വലിയൊരു സംഭവത്തിലേക്ക് എത്തായിരുന്നു. കേരളത്തിൽ തന്നെ നമ്പർ 1 ആപ്പൊക്കെ ആക്കായിരുന്നു ഞാൻ ചെയ്ത മാർക്കറ്റിംഗ് അനുസരിച്ച്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സർവീസ് നമുക്കും കൂടെ തൃപ്തിയാവണം, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പോൾ ഒരു 4 പേര് കണ്ട് അവർ സംസാരിക്കുമ്പോൾ ആ നമ്മളെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്, ഇപ്പോൾ റിയലോക്സി മാർക്കറ്റ് പ്ലേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ വരുന്നുണ്ട്, പല രൂപത്തിൽ ഗെയിം, പല സംഭവങ്ങൾ. ഇപ്പോൾ എൻ്റെ ആപ്പിന് ഞാൻ ആ സമയത്ത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡെവലപ്പറൊക്കെ പറഞ്ഞു നമുക്കിതൊന്ന് മാറ്റി പിടിക്കാം, മാർക്കറ്റ് പ്ലേസ് ഒഴിവാക്കിയിട്ട് വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരുപാട് ആപ്പുകളുണ്ട്, പിന്നെ ഡേറ്റിംഗ് ആപ്പുകൾ, ഗെയിമുകൾ, ഇതൊക്കെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയും, ഭയങ്കര സംഭവമായിട്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഒരു ആപ്പ് സെല്ല് ചെയ്തു, എൻ്റെ ശേഷം വന്നൊരു ആപ്പാണ്, 200 കോടി രൂപക്കാണ് വിറ്റത്. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ശേഷം വന്നൊരു ആപ്പാണ്, ഡേറ്റിംഗ് ആപ്പാണ്, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് എനിക്ക് അവരെക്കാൾ കൂടുതൽ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്.